സോഷ്യൽ മീഡിയയിലെ ചർച്ച ഇപ്പോൾ തെലുങ്ക് സീരിയൽ ലോകത്തെ ഒരു കല്യാണമാണ്. അമ്മായിയമ്മയെ വിവാഹം ചെയ്ത മരുമകൻ എന്ന പേരിലാണ് വിവാദം. 2003 സംപ്രേഷണം ചെയ്തിരുന്ന ചക്രവാകം എന്ന സീരിയലിലെ അമ്മായിയമ്മയായിരുന്നു മേഘ്ന എന്ന നടി. ഇവർ കല്യാണം ചെയ്ത ഇന്ദ്രനീൽ ഈ സീരിയലിൽ ഇവരുടെ മരുമകന്റെ വേഷം അവതരിപ്പിച്ചിരുന്നു. ഇതാണ് സൈബർ ഇടത്ത് ചർച്ചയാകാൻ കാരണം. കോവിഡ് നാളുകളിൽ ഈ സീരിയൽ വീണ്ടും സംപ്രേഷണം ചെയ്തപ്പോൾ വലിയ സ്വീകാര്യതയായിരുന്നു ലഭിച്ചത്. 40കാരിയായ മേഘ്നയും ഇന്ദ്രനീലും തമ്മിൽ പ്രായവ്യത്യാസവുമുണ്ട്. ഇതാണ് ദമ്പതികൾക്ക് നേരെ ഉയരുന്ന സൈബർ ആക്രമണത്തിന് കാരണം. സീരിയലിൽ അമ്മായിയമ്മയെ അവതരിപ്പിച്ച നടിയെ ഭാര്യയാക്കി എന്നതാണ് സോഷ്യൽ മീഡിയയെ സംബന്ധിച്ച് ഇന്ദ്രനീൽ ചെയ്ത അപരാധം. ഇതിന്റെ പേരിൽ ഇരുവരും കടന്നുപോയ മോശം അനുഭവങ്ങളിൽ കൂടുതൽ വേദനിച്ചത് മേഘ്നയാണ്. പോയ വർഷം തെലുങ്ക് സീരിയൽ താരങ്ങളായ മേഘ്ന റാമിയും ഇന്ദ്രനീലും ജീവിതത്തിൽ ഒന്നിച്ചതിന്റെ 20ാം വാർഷികമായിരുന്നു. ഞാനായിരിക്കാനും എനിക്ക് സ്വപ്നങ്ങൾ കാണാനും അത് സാക്ഷാത്കരിക്കാനും ശക്തി പകരുന്നത് എന്റെ ഭർത്താവാണ് എന്ന് മേഘ്ന പറയുന്നു. ഇന്നത്തെ തലമുറയിലെ സ്ത്രീകൾ ആഗ്രഹിക്കുന്ന സ്വാതന്ത്ര്യം താൻ ആഗ്രഹിക്കുന്നില്ല എന്ന പക്ഷക്കാരി കൂടിയാണ് മേഘ്ന. ഭർത്താവിനെ ആശ്രയിച്ചു കഴിയുന്നതിൽ അവർ തൃപ്തയാണത്രേ. എന്നാൽ സീരിയലിൽ നേരെ തിരിച്ചുള്ള കഥാപാത്രങ്ങളാണ് മേഘ്ന ചെയ്തിട്ടുള്ളത്. ഭർത്താവ് സുന്ദരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് പെൺകുട്ടികൾ തനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. മകനാണ് എന്ന് പോലും ചിലർ ചോദിക്കാറുണ്ടത്രേ. സോഷ്യൽ മീഡിയയിൽ വരാറുള്ള ചില കമന്റുകളും മേഘ്ന കാണാതെ പോകുന്നില്ല. ഇത്തരത്തിൽ തടിച്ചുരുണ്ട സ്ത്രീയോടൊപ്പം എങ്ങനെ ഉറങ്ങാൻ സാധിക്കുന്നു എന്ന് പോലും ചിലർ ചോദിച്ച കാര്യം മേഘ്ന മറന്നിട്ടില്ല. അവർ എന്തിനാണ് അതേപറ്റി ആലോചിക്കുന്നത് എന്ന് ഇന്ദ്രനീൽ മറു ചോദ്യമിടും. ദമ്പതികൾക്ക് ഇതുവരെയും കുട്ടികൾ പിറന്നിട്ടില്ല. വിവാഹത്തിന്റെ ആദ്യ നാളുകളിൽ ഗർഭം അലസിപ്പോയ കാര്യം മേഘ്ന മറച്ചുവെക്കുന്നില്ല. വിവാഹ ജീവിതത്തിലെ 6 വർഷം താൻ വിഷാദത്തിലൂടെ കടന്നുപോയി. കരിയറിന്റെ ഏറ്റവും മികച്ച കാലങ്ങളിൽ അവർ തൊഴിലിൽ നിന്നും മാറി നിന്നു. ഉറക്കമുണരുക, ഭക്ഷണം കഴിക്കുക, വീണ്ടും ഉറങ്ങുക എന്നതായിരുന്നു പതിവ്. ഗർഭിണിയാവുന്നതിനോടും തൊഴിലിനോടും വിനോദ വ്യവസായ ലോകത്തോടും വിരക്തിയായി തുടങ്ങി. അളവെത്ര എന്ന് നോക്കാതെ ബിരിയാണിയും ഐസ്ക്രീമും കഴിച്ചിരുന്നു. അതോടുകൂടി ശരീരഭാരം ക്രമാതീതമായി വർദ്ധിച്ചു. എന്നാൽ ഒരിക്കൽ പോലും ഭർത്താവ് ഇന്ദ്രനീൽ അതേപറ്റി ചോദിക്കുകയോ തന്നെ ജോലിക്ക് പോകാൻ നിർബന്ധിക്കുകയോ ചെയ്തിരുന്നില്ല. അക്കാര്യത്തിൽ അദ്ദേഹത്തോട് എക്കാലവും കടപ്പെട്ടിരിക്കുന്നു. പലരും വാടക ഗർഭധാരണത്തിലൂടെ കുഞ്ഞുങ്ങളെ സ്വീകരിക്കാൻ നിർദ്ദേശിച്ചതായും മേഘ്ന ഓർക്കുന്നു. നിലവിലൊരു NGOയുടെ പ്രവർത്തനത്തിന്റെ ഭാഗമാണവർ. ചക്രവാകത്തിനു മുമ്പ് കാലചക്രം എന്നൊരു സീരിയലിൽ വെച്ചാണ് മേഘ്നയും ഇന്ദ്രനീലും കണ്ടുമുട്ടുന്നത്. ഇവിടെ വെച്ച് ഇന്ദ്രനീലിന് മേഘ്നയോട് പ്രണയം തോന്നി. ഇത് തുറന്നു പറയുകയും ചെയ്തിരുന്നു. എന്നാൽ പ്രായവ്യത്യാസം കാരണം മേഘ്ന പ്രണയാഭ്യർത്ഥന തിരസ്കരിക്കുകയായിരുന്നു. എന്നാൽ ചക്രവാകം സീരിയലിൽ വീണ്ടും എത്തിയപ്പോഴും നടൻ ഇതാവർത്തിച്ചു. ഏകദേശം 9 തവണ തന്നെ ഇന്ദ്രനീൽ വിവാഹാഭ്യർത്ഥന നടത്തിയെന്ന് മേഘ്ന പറയുന്നു. ഇതിനു പിന്നാലെയായിരുന്നു ഇരുവരുടെയും വിവാഹം.